കാലഘട്ടമാണ്. നമുക്കറിയാം, വളരെ ഉയർന്ന നിരക്കിലുള്ള വില കിട്ടിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ഇന്നിപ്പോൾ റബ്ബറിൻ്റെ സ്ഥിതി വളരെ അതിദയനീയമായ രീതിയിലേക്ക് താണു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂലിച്ചെലവും അതിനുവേണ്ടി വർദ്ധിച്ചു വരുന്ന പരിപാലന ചെലവും എല്ലാം റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി ആദായകരമല്ലാത്ത രീതിയിലായിത്തീരുകയും ലക്ഷക്കണക്കിന് ഹെക്ടർ പ്രദേശത്തെ റബ്ബർ മരങ്ങൾ വെട്ടി തുച്ഛമായ വിലയ്ക്ക് അവർ വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ലോട്ടർ അടിച്ച് അത് എത്രയും പെട്ടെന്ന് തന്നെ മരം വിറ്റ് മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് കർഷകർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ സർക്കാരുകളുടെ നയവ്യതിയാനങ്ങളും വൈകല്യങ്ങളും തന്നെയാണ്. കാരണം റബ്ബർ പോലുള്ള ഒരു പരമ്പരാഗത കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പാക്കേജോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന